കാര്യങ്ങളൊക്കെ സർക്കാർ ഇതേ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. അത് തന്നെയാണ് വേണ്ടതും. സജിത മഠത്തിലൊക്കെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ നിരന്തരമായി ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് പുറത്തുവിടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുറത്തുവിട്ടപ്പോൾ ഇനി എന്താണ് ഈ കാര്യത്തിൽ ബാക്കിയുള്ളവരുടെ പ്രതികരണം? അതായത് പ്രധാനമായും പുരുഷന്മാരുടെ പ്രതികരണം, അമ്മ എന്ന സംഘടനയുടെ പ്രതികരണം ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഡാനി, അവരൊക്കെ മൗനത്തിലാണോ? ഇന്ന് നമുക്ക് എന്തെങ്കിലും സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് അശ്വതി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രതികരണം, കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏത് നിമിഷവും പുറത്ത് വന്നേക്കാം. കാരണം കോടതിയിലെ അത്തരം വാദമുഖങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോട് സർക്കാരിനടക്കം ഒരു എതിർപ്പും കാണിച്ചിരുന്നില്ല. അപ്പോൾ ഇത് ഏത് സമയവും പുറത്ത് വന്നേക്കാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നിരുന്നത്. അപ്പോൾ മുതൽ തന്നെ ഈ റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളിൽ താരസംഘടനയായ അമ്മയോടടക്കം പ്രതികരണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന് സംബന്ധിയായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് അമ്മയുടേതായ ഒരു വിഷയമല്ല എന്ന അടക്കമുള്ള രീതിയിലുള്ള ഒരു നമ്മൾ പറയുന്നത് പോലെ ഒരു അഴകുഴമ്പ് നിലപാടെന്നൊക്കെ പറയാം. ആ രീതിയിലുള്ളൊരു മാറി നിന്നുകൊണ്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായിരുന്നത്. അത് മാത്രവുമല്ല, അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയല്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇന്നലെ ആ റിപ്പോർട്ട് പുറത്ത് വന്നതിനു ശേഷവും നടത്തിയ ആ പ്രതികരണം, അതിനുശേഷം ഈ റിപ്പോർട്ട് സമഗ്രമായിട്ട് തന്നെ പുറത്തു വരുന്നു. അതിൽ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്ന രീതിയിൽ അതിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിച്ച ദുരവസ്ഥകൾ, ഇതെല്ലാം തന്നെ വളരെയധികം വിവരിച്ചുകൊണ്ട് അത് തെളിവടക്കമുണ്ടായെന്ന സൂചനകളോടുകൂടി തന്നെ ആ റിപ്പോർട്ട് പരാമർശിക്കപ്പെടുമ്പോൾ ഇതിൽ ഒരു പ്രതികരണം തേടുമ്പോൾ അപ്പോഴും വലിയ മാറ്റമൊന്നും അമ്മയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇന്നലെ അമ്മ ഭാരവാഹികൾ ഇതിനോടെല്ലാം തന്നെ പ്രതികരിച്ചത് ഇത് ഒന്ന് നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലാണ് പോകുന്നത്. പക്ഷേ ഇതിൽ അനുകൂലമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് അനുകൂലമായി ഈ റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളിൽ തീർച്ചയായുമുള്ളൊരു അന്വേഷണം അടക്കം അവരാവശ്യപ്പെടുന്ന രീതിയിലേക്ക് താരസംഘടനയിലെ യുവനിരകളുടെ ശബ്ദം ഉയരുന്നു എന്ന രീതിയിലേക്ക് ആ രീതിയിലേക്ക് ചില വിലയിരുത്തലുകളുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നതാണ് ഇനി അറിയേണ്ടത്. മാത്രമല്ല, ആ രീതിയിലേക്ക് അവർക്ക് പോകണമെങ്കിൽ അതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കുണ്ടായാൽ മാത്രമേ അത്തരം ഈ ഒരു പ്രതിഷേധ ശബ്ദങ്ങൾക്ക് കുറച്ചുകൂടി ഒരാക്കം കൂടുകയുള്ളൂ. അത് ആ രീതിയിൽ തന്നെ കാണണം. കാരണം ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഈ രീതിയിലൊരു പരാതി ഉണ്ടാകുകയാണെങ്കിൽ, ഇത് സംബന്ധിച്ച് ഒരു പരാതി ഉണ്ടാകുകയാണെങ്കിൽ അതിനൊരു ഫർദർ നടപടി എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് പല കോണിൽ നിന്ന് ആവശ്യമുയരുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം ഇതിൽ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തി. വി.ഡി. സതീശൻ പറഞ്ഞത്, സർക്കാർ ഇത്രയും സമഗ്രമായ ഒരു റിപ്പോർട്ട് സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഒരു ജസ്റ്റിസ് അന്വേഷിച്ച കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് സർക്കാർ അടയിരുന്നത് എത്ര വർഷമാണ്? 5 വർഷത്തോളം സർക്കാർ ഇതിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് വി.ഡി. സതീശൻ ചോദിക്കുകയുണ്ടായി. കാരണം ഇത്രയ്ക്കധികം ഒരു തെളിവുകൾ നിരത്തിയുള്ള ഒരു റിപ്പോർട്ടാണ്. സ്ത്രീകൾ ഒന്നടങ്കം പരാതിക്കാരായിട്ട് വരുന്നു, ഈ കാര്യങ്ങൾ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയൊരു റിപ്പോർട്ട് കിട്ടിയിട്ട് സർക്കാർ എന്തുകൊണ്ട് ഇത്ര കാലം ഇത് പുറത്തുവിടാൻ മടിക്കുന്നു? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? സർക്കാരിന് ഇതിൽ എന്താണ് ഇത്ര താല്പര്യം ഇത് പുറത്തുവിടാതിരിക്കുക എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇതിൽ പിന്നാക്കം പോകുന്നു. ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതോടൊപ്പം സർക്കാർ ഒന്നടങ്കം ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും തുടർ നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഇനി ഒരുപക്ഷെ വരുന്ന സമയത്ത് ഇത് സംബന്ധിയായ ഏതെങ്കിലും കാര്യത്തിൽ ഒരുപക്ഷെ പരാതികളടക്കം ഉയർന്നു വരികയാണെങ്കിൽ അവർക്ക് എന്തു പിന്തുണയാണ് സർക്കാർ നൽകുക, ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ നൽകുക എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. തുടർ നടപടികൾ എന്ത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും
പ്രധാനമായ ഒരു പ്രത്യേകത. കാരണം നമ്മൾക്ക് കമ്മിറ്റി റിപ്പോർട്ടുകളും കമ്മീഷൻ റിപ്പോർട്ടുകളും അത്ര പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരുപാട് കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ തുടർ നടപടികൾ നമ്മൾ കാണുന്നുണ്ട് എന്താണെന്നത്. പക്ഷേ ഇത് മലയാള സിനിമയുടെ ഒരു സമഗ്രമായ രീതിയിൽ കടന്നു വന്ന ഒരു കാര്യങ്ങൾ അപഗ്രഥിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ്. അതിൽ സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിടങ്ങളിൽ നേരിടുന്ന ദുരവസ്ഥ, അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, വെള്ളിത്തിരയിൽ നക്ഷത്രങ്ങളായി കാണുന്നവർക്ക് അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അത് വളരെ ദയനീയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളിൽ അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്ന വൈഷമ്യങ്ങളിൽ എന്ത് ഇടപെടലുകൾ ഇനി ഉണ്ടാകുമെന്നത് ശ്രദ്ധേയമാണ്. നമ്മൾ കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയങ്ങളിൽ സ്വാഭാവികമായും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് സംസാരിച്ച നമ്മളുടെ അതിഥിയായിരുന്ന സിദ്ധാമഠത്തിലാണെന്ന് വിശ്വസിക്കുന്നു. അവർ പറഞ്ഞതുപോലെ ഇതിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പുരുഷന്മാർ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാത്തതെന്നതടക്കമുള്ള കാര്യങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു പൊതുചോദ്യമായി ഇപ്പോൾ മാറുന്നുണ്ട്. കാരണം എല്ലാ വിഷയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ പലരും നടത്താറുണ്ട്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു പ്രതികരണങ്ങൾ ഈ മണിക്കൂറിലും ഉണ്ടാകാത്തത് എന്നത് ഒരു പരിധിവരെ ഒരു ആശ്ചര്യകരമാണ്. കാരണം ഇത്തരം വിഷയങ്ങളിൽ അവർ തീർച്ചയായും തന്നെ പ്രതികരണങ്ങൾ വരേണ്ടതാണ്. പക്ഷേ പലരും തന്നെയും വിമുഖത പ്രകടിപ്പിക്കുന്നു എന്നത് സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതിനകം തന്നെ ഈ സമയം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് പലരെയും തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഫോണിലടക്കം ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലേക്ക് എന്താണ് ഇത് സംബന്ധിയായ ഒരു റിപ്പോർട്ടിൽ നിങ്ങളുടെ പ്രതികരണം എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ ആരും തന്നെയും കൃത്യമായൊരു ഉത്തരം നൽകുന്നില്ല. പിന്നീട് വിളിക്കുക, തിരക്കാണ്, അല്ലെങ്കിൽ ഞാനതിന് വിശദാംശങ്ങൾ കണ്ടില്ല എന്ന രീതിയിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടികളാണ് നൽകുന്നത്. വിശദാംശങ്ങൾ കണ്ടില്ല എന്നല്ല, ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇവരടക്കം എല്ലാവരും തന്നെ ഇതിലേക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്താണ് അതിലുണ്ടായിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സമയത്ത് ഒട്ടും തന്നെയും ഇവരാരും ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്കോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്ന ഈ നിഗൂഢമായ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഇത്തരം ആളുകളുടെ ഒരു ബന്ധങ്ങളുടെ ആഴമടക്കം, അവരുടെ ഇവരെ കൂട്ടി വെച്ചിരിക്കുന്നവരുടെ ഈ ഒരു ബന്ധങ്ങൾ, അതിൻ്റെ ഒരു ശക്തിയും നമ്മൾ തിരിച്ചറിയുന്നത് ഇതുവരെയും കാര്യമായി കടന്നു വരാത്ത ആ പ്രതികരണങ്ങളുടെ ഇല്ലായ്മ തന്നെയാണ് അവരുടെ കരുത്ത് വെളിവാക്കുന്നത്. എന്തായാലും അത് ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് ശബ്ദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ സർക്കാർ അടക്കം ഈ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം. അല്ലാതെ കൂടുതൽ പ്രതികരണങ്ങൾ പോലും ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അശ്വതി. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയ. ഡാനി പറഞ്ഞതുപോലെ ഇന്നലെ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയതിന് കാരണം പറഞ്ഞത് നന്നായി ഒന്ന് പഠിക്കട്ടെ, വായിക്കട്ടെ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി കൊണ്ട് അതൊക്കെ വായിച്ചു കാണുമല്ലോ. ഇന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അവരെന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമെന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പല വമ്പന്മാരും ആശ്വാസത്തിലുമാണ്. എന്നാൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വൻ നിയമ പോരാട്ടത്തിന് ഇടയാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഐസ് മലയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നേക്കുമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ മൂടിവെക്കാനായേക്കില്ല. വൻ നിയമപോരാട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യം വാതിൽ തുറക്കുന്നത്. ഭീഷണിപ്പെടുത്തിയും അവസരങ്ങൾ നിഷേധിച്ചുമാണ് ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടുള്ളത്. ഇത്തരം വെളിപ്പെടുത്തൽ ഉണ്ടായ സാഹചര്യത്തിൽ കോടതി തന്നെ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തികളും രംഗത്ത് എത്തിയേക്കും. തങ്ങൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ ചലച്ചിത്ര നടികളും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറം റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ സ്വയമേധയാണെങ്കിൽ പോലും പോലീസിന് കേസെടുക്കാം. നേരത്തെയുള്ള സുപ്രീം കോടതി ഉത്തരവ് ഇതിന് പിൻബലമാകും. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇതിനകം DGPക്ക് പരാതി നൽകിക്കഴിഞ്ഞു. സർക്കാർ നടപടികൾ ദുർബലമായാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് ഉറപ്പ്. ചില അറസ്റ്റുകളിലേക്കെങ്കിലും കാര്യങ്ങൾ നീങ്ങിയാൽ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിക്കും. വമ്പന്മാരെ പൂട്ടാൻ സർക്കാർ തയ്യാറാകുമോ? അതല്ല സിനിമാ മേഖലയിൽ തുടർന്നുള്ള പരിഷ്കരണത്തിന് ചില നടപടികൾ സ്വീകരിച്ച് കാര്യങ്ങൾ അതിലൊതുക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും.
നിയമയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ ഇപ്പോൾ മറച്ചുവെച്ചിരിക്കുന്ന പേരുകൾ പുറം ലോകത്തെത്തും എന്നത് ഉറപ്പാണ്. എന്തായാലും ക്ലൈമാക്സ് എന്തെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് കൃഷ്ണേന്ദു, നമ്മൾ ക്ലൈമാക്സ് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. ഇനി എന്താകും എന്നുള്ള കാര്യം നമുക്ക് കുറേ കമന്റ്സ് വരുന്നുണ്ട് യൂട്യൂബിൽ. അരുൺ മാലി ഗുഡ് മോർണിംഗ് അരുൺ. അലൻ ആർ പ്രവീൺ ഗുഡ് മോർണിംഗ്. സുനിൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഹാപ്പി ഫേസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഇല്ലാത്തയാൾ, നിങ്ങളുടെ ഫീൽഡിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഇല്ല. അരുൺ സുകുമാരൻ ചോദിച്ചിരിക്കുന്നു, അതിനത്രയും മതി മറുപടി എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അരുൺ സുകുമാരൻ ചോദിച്ചിരിക്കുന്നു, നിർത്തിയിട്ട് പോകുമോ? സിനിമ കാലങ്ങളായി ഇങ്ങനെയാണ്, ഇനി മാറാനൊന്നും പോകുന്നില്ല. വയനാട് ന്യൂസ് ഒന്നുമില്ലേ? ആ പാവം ജനങ്ങളെ ഓർക്കൂ, മസാല കഥ അല്ലാതെന്ന്. അരുൺ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് മസാലയും ഇക്കിളിയും ഒക്കെ ആവുന്ന നമ്മൾ അതിന് പുറത്ത് നിൽക്കുമ്പോഴാണ്. നമ്മുടെ ആരെങ്കിലും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ അത് മസാലയും ഇക്കിളിയും ആകില്ല, അപ്പൊ നമുക്കത് ഗൗരവമുള്ളതാകും. അതാണ് അരുണിനുള്ള മറുപടി. ഗ്രാൻഡ് ടൈൽസ് ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തായാലും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ല പ്രഭാതം തന്നെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ കമന്റ് ഒക്കെ വായിച്ചു പോകാം, നമുക്ക് ഒരുമിച്ച് ബാക്കിയുള്ള സമയത്ത് മുന്നോട്ട് പോകാം. വായിച്ചു കൃഷ്ണൻ. അതേപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നന്ദി പറഞ്ഞ് WCC. സിനിമാ മേഖലയിൽ മാന്യമായ ഒരു പ്രൊഫഷണൽ ഇടം ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നീതിക്ക് വേണ്ടിയുള്ള നീണ്ട പോരാട്ടമായിരുന്നു. ജസ്റ്റിസ് ഹേമ, ശാരദ, ഡോക്ടർ വത്സരകുമാരി എന്നിവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചെലവഴിച്ച മണിക്കൂറുകൾക്ക് നന്ദി. ശുപാർശകൾ പഠിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്ത്രീകളുടെ ശബ്ദമാണ്, കേൾക്കണമെന്നും WCC പറഞ്ഞു.